ഒരു കൊതുകിനെ പോലും വേദനിപ്പിക്കാത്ത നേതാക്കളാണ് നമ്മളെ മുൻഗാമികൾ. റിഫായി ശൈഖ് റളിയല്ലാഹുവിന് കൈ ഇങ്ങനെ നീട്ടിപ്പിടിച്ച കണ്ടപ്പോൾ ശിഷ്യൻ വിചാരിച്ചു ചാൻസ് ആണല്ലോ, ഉസ്താദിന്റെ കൈ ബർക്കത്തിന് വേണ്ടി ചുംബിക്കാം. ഓടിപ്പോയി ചുംബിക്കുന്ന സമയത്ത് റിഫായി ശൈഖ്, എല്ലാ മോനെ എന്താടാ ഉസ്താദ്, ഒരു കൊതുക് എന്റെ കയ്യിൽ നിന്ന് എന്റെ ബ്ലഡ് കുടിക്കുകയായിരുന്നു. ബ്ലഡ് കുടിച്ചു തീരുന്നവരെ അതിനെ ശല്യപ്പെടുത്തണ്ടെന്ന് കരുതിയിട്ട് എന്റെ കൈ അങ്ങനെ തന്നെ ഞാൻ വെച്ചതാ. അപ്പോഴല്ലേ നീ വന്നിട്ട് കണ്ടോ. റിഫായി ശൈഖിന്റെ ഡ്രസ് ഇങ്ങനെ ആറിയിട്ട സമയത്ത് ഈ കൈയുടെ ഭാഗത്ത് ഒരു പൂച്ച വന്നുറങ്ങി. റിഫായി ശൈഖിനാണെങ്കിൽ ആ ഡ്രസ് ഇട്ടിട്ട് പോയി പള്ളിയിൽ നിസ്കരിക്കണം. മഹാനവറുകൾ ചിന്തിക്കാണ്, ഈ പൂച്ചന്റെ ഉറക്ക് ശല്യാവുമല്ലോ, എന്ത് ചെയ്യും? മെല്ലെ ഈ കുപ്പായത്തിന്റെ ഈ ഭാഗത്ത് കത്രികനെ കൊണ്ട് പീസാക്കി ആ കൈന്റെ ഭാഗം അവിടെ തന്നെ. എന്നിട്ട് കൈയില്ലാത്ത കുപ്പായുമായിട്ട് പള്ളിയിൽ പോയി നിസ്കരിച്ചിട്ട് വന്നു. നിസ്കാരം കഴിയുമ്പോൾ മൂപ്പര് ഉറക്കത്ത് നിന്നിട്ട് പോയിട്ടുണ്ട്. അതെടുത്തിട്ട് ഇവിടെ ഫിറ്റാക്കി. കണ്ടോ, ജാടയില്ലല്ലോ, അഹങ്കാരമില്ലല്ലോ, ഒന്നുമില്ലല്ലോ. ആരെയും വേദനിപ്പിക്കും, ആരെയും പ്രയാസപ്പെടുത്തരുത്, ഒരാളുടെയും കുറ്റം പറയരുത്.